ലാൽസലാം ദൃശ്യം 3 പ്രീസെയിൽ റെക്കോർഡിലേക്ക് എത്തുകയാണ്. ആദ്യ ദിനം പിന്നിടുമ്പോൾ ഇവിടെ തരംഗം തന്നെയായി മാറുകയാണ്. ഇനിയും കിടക്കുന്നു 10 ദിനങ്ങൾ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ 1.5 കോടിക്ക് മുകളിൽ പ്രീസെയിൽ വന്നിരിക്കുന്നു. ലിമിറ്റഡ് ആയിട്ടുള്ള റിലീസ് തന്നെയാണ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അഡ്വാൻസ് സെയിൽസ് 1.5 കോടിയും കടന്നിരിക്കുന്നത് 618 മണിക്കൂറിൽ. ബുക്കിംഗ് തുടങ്ങി 10 മണിക്കൂറും 18 മിനിറ്റുകളും മാത്രമാണ് എടുത്തത്. വേൾഡ് വൈഡ് ആയിട്ട് പ്രീസെയിൽ കടന്നിരിക്കുന്നത് 4.5 കോടിയോളമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 5 കോടി കടന്നിട്ടുണ്ടാകാം. ഈ ഒരു സിനിമ ഇനിയും 10 ദിനങ്ങൾ കൂടെ ബാക്കി നിൽക്കുന്നു റിലീസ് ചെയ്യാൻ എന്നുള്ളതാണ് ഹൈലൈറ്റായി നമുക്ക് എടുത്തു പറയാനുള്ളത്. അതെ, ഇത് തീയാണ്, തീ പോലെ ആളിക്കത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, അങ്ങ് തിയേറ്ററിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു വിസ്മയം തന്നെയാണ്. ഒരു വിസ്ഫോടനം തീർത്തുകൊണ്ട് തന്നെയാണ് ദൃശ്യം 3 തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തിലെ തിയേറ്ററുകൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ബുക്ക് മൈ ഷോയിൽ 64K ഇൻട്രസ്റ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. പക്ഷേ സാധാരണ മോഹൻലാൽ സിനിമയ്ക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ വരേണ്ടതാണ്. പക്ഷേ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയും ഇല്ല എന്ന് തന്നെ കാണാം. എറണാകുളത്തെ പ്രശസ്തമായ തിയേറ്ററുകളിലെല്ലാം തന്നെ അതായത് ഇപ്പോൾ ചാർട്ട് ചെയ്യപ്പെട്ട തിയേറ്ററുകളുടെ കാര്യമാണ് എടുത്ത് പറയുന്നത്. അതും പ്രത്യേകിച്ച് ടൗണിലുള്ള തിയേറ്ററുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ നിൽക്കുകയാണ്. പലതും ഹൗസ്ഫുൾ കടന്നിരിക്കുന്നു. ആദ്യ ഷോകൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ അടിച്ചിരിക്കുകയാണ്. 11 ദിവസത്തെ മുമ്പുള്ള കണക്കാണ് നമ്മളിവിടെ പറയുന്നത്. പുതിയതായി ആഡ് ചെയ്യപ്പെടുന്ന ഷോകൾക്ക് മാത്രമാണ് ഇപ്പോൾ പച്ച കത്തിക്കിടക്കുന്നത്. തൃപ്പൂണിത്തുറ സെൻട്രൽ ടാക്കീസിൽ ഏകദേശം 8ഓളം ഷോകൾ, 8ഉം ഓൾമോസ്റ്റ് ഫുള്ള് എന്ന് തന്നെ നമുക്ക് പറയാം. ഫാൻ സിനിമാസ് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 6ഓളം ഷോ, 6ഉം ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ്. അങ്കമാലി 4 സ്റ്റാർ മൂവീസ്, അവിടെ ഏകദേശം 6 ഷോകളാണ്. അതിനകത്തിൽ ആദ്യത്തെ 2 ഹൗസ്ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു. ബാക്കി 4ഉം ഓൾമോസ്റ്റ് ഫുള്ള്. രാത്രി ഇടത്തേത് ഹൗസ്ഫുള്ളുമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വനിത വിനീത എറണാകുളത്തെ ഏറ്റവും, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ സിനിമകളുടെ ചർച്ചകൾ, അല്ലെങ്കിൽ സിനിമയെ കൂടുതൽ ആഘോഷിക്കുന്ന തിയേറ്റർ വനിത വിനീത തന്നെയാണ്. തൃശ്ശൂർ രാഗമാണ് പിന്നീട് നിൽക്കുന്നത്. വനിതാ വിനീതയിൽ നമുക്ക് കാണാൻ കഴിയുന്നു 15ഓളം ഷോകളാണ്. അതിനകത്തിൽ തന്നെ ആദ്യ 4 ഷോകളും ഹൗസ്ഫുള്ളായിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ ഷോകൾ രാത്രി 11:59 ആഡ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എല്ലാം തന്നെ ഓറഞ്ച് മയമെന്ന് തന്നെ പറയാം. ഷെഹനായിസിലും നമുക്ക് സമാനമായ രീതിയിൽ തന്നെയാണ്. ഏകദേശം 15-നും 16-നും മുകളിലുള്ള ഷോകളാണ് ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയും എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിൽ തന്നെയാണ്. അങ്ങനെ എവിടെയൊക്കെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിലും കോഴിക്കോടും ഒക്കെ കാര്യങ്ങൾ ഒരേപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെ ചുവന്നു തുടക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ബാംഗ്ലൂരിൽ ദൃശ്യത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെയൊക്കെ മിനിറ്റുകൾ പോലും വേണ്ട ഈ ഒരു സിനിമ ഹൗസ്ഫുൾ ആകാൻ എന്നുള്ളത് നമുക്ക് എടുത്ത് അറിയാം. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു കളക്ഷൻ. പല സിനിമകൾ വരുമ്പോഴും നമ്മൾ പറയും പോസിറ്റീവ് ആണെങ്കിൽ ഇത്ര തുക, ഇത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മിനിമം 200 കോടി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ അൾട്രാ നെഗറ്റീവ് ആണെങ്കിൽ പോലും 150 കോടിക്ക് താഴെ ഈ സിനിമ പോകില്ല. കാരണം ദൃശ്യം 3 അങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ മോഹൻലാലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ. അത് വേറെ ആരുമല്ല, മോഹൻലാൽ തന്നെയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് മോഹൻലാൽ അല്ല, ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണ്. ആൻ്റണി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മലയാള സിനിമ തന്നെ ഇതിൻ്റെയൊക്കെ ഒരുപാട് താഴെയായേനെയും എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തെ അങ്ങനെ പ്രശംസിച്ച് തന്നെ കഴിയുള്ളൂ. എങ്ങനെയുള്ള സിനിമയാണെങ്കിലും അത് ഗംഭീരമാക്കണമെങ്കിൽ അത് ആൻ്റണി പെരുമ്പാവൂർ തന്നെ വേണം. പ്രത്യേകിച്ച് ദൃശ്യം 3 അത് മോഹൻലാലിനെ ഇത്രയും ലിവറേജ് ചെയ്യാൻ കൂടെ ഇതേപോലെ കരുത്തനായ ചങ്കായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഏത് നടനും കൊതിക്കുന്നത് ഇതേപോലെ ഒരു കൂട്ടാളിയെയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ സിനിമയെ അമ്മാതിരി റേഞ്ചിലെത്തിക്കുന്നതും ആൻ്റണി തന്നെയാണ്, ഒരു സംശയവുമില്ല എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം, ആദ്യ ദിനം തന്നെ സിനിമ 100 കോടി കടക്കുമെന്നുള്ളത്. ഇനിയും ഈ പറഞ്ഞ വാക്കുകളിലൊക്കെ നമുക്ക് എടുത്തു പറയാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ദൃശ്യം 3ക്ക് നെഗറ്റീവ് എന്നുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല, എക്സ്ട്രീം പോസിറ്റീവ് തന്നെയായിരിക്കും. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടായിരിക്കാം ഇതിൻ്റെ കഥയും കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കൂടെ ജിത്തു ജോസഫിൻ്റെ നമുക്കറിയാം 2 സിനിമകളും അത്ര മികച്ചതായിരുന്നു. 3-ാം എപ്പിസോഡ് അല്ലെങ്കിൽ 3-ാം ഇൻസ്റ്റാൾമെൻറ്റ് വരുമ്പോഴും അതിഗംഭീരമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലാൽസലാം.